ഹലോ ഗൈസ്, ശ്രീ ഹിയർ. ഷവോമി 15 അൾട്ര എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? എനിക്ക് ഷവോമി 15 അൾട്ര എന്ന് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഒരുപാട് ഹൈപ്പും എക്സ്പെക്റ്റേഷനും എനിക്കൊരു പ്രതീക്ഷയുള്ള ഡിവൈസായിരുന്നു. ആൻഡ് അതെല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ട്. ഐ ആം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. അതേപോലെ ഷവോമിയുടെ ഇപ്പോഴത്തെ പ്രൈസും ഇതിന് അടിപൊളിയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഗൈസ്, ഷവോമി 15 അൾട്രയുടെ റിവ്യൂയിലേക്ക് വെൽക്കം. ആൻഡ് ഐ തിങ്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് അവിടെ തന്നെ പറഞ്ഞു തുടങ്ങാം. സീരിയസ്, നിങ്ങൾ ലാഗ് ആക്കുന്നില്ല. ഇതിൻ്റെ ക്യാമറാസിനെ കുറിച്ച് എനിക്ക് പറയാമെന്നുള്ള എനിക്കൊന്ന് ഒരു മൊബൈൽ ഫോണിനകത്ത് ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഒപ്റ്റിക്സ് കൊണ്ടുവന്നിരിക്കുന്ന സ്മാർട്ട് ഫോണുകളിലൊന്നും ഇതാ. എൻ്റെ മനസ്സിൽ ഒരു ടോപ്പ് ടിയർ അല്ലെ ദൈവം ഗോഡ് ടിയർ ക്യാമറാസ് എന്ന് എടുത്താൽ 2-3 ഫോൺ മനസ്സിൽ വരുന്നത്. അതിനകത്ത് ഇപ്പം ഇവനും ഉണ്ട്. ക്യാമറാസ് ഒരു രക്ഷയില്ല, സൂപ്പർബ്. എല്ലാം കൊണ്ടും നിങ്ങൾ ക്യാമറയിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി പോകും. എന്നാലും എനിക്ക് പൊതുവെ ക്യാമറാസിനെ കുറിച്ച് സ്പെക്സ് ഇങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല. എന്നാലും 50 മെഗാ പിക്സലിൻ്റെ സെൻസർ ഉണ്ട്. അതേപോലെ തന്നെ ഒരു 200 മെഗാ പിക്സലിൻ്റെ അത് പെരിസ്കോപ്പും ടെലിഫോട്ടോ അങ്ങനത്തെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള 4 സെൻസറും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സിസ്റ്റമാണ്. അതെല്ലാം ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന അടിപൊളിയാണ്, ഭയങ്കര ഇൻറ്റഗ്രേറ്റീവ് ആയിട്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഭയങ്കര ഡീറ്റെയിൽഡാണ്. ഭയങ്കര ഡീറ്റെയിൽഡ് എന്ന് പറഞ്ഞാൽ ഷാർപ്പ്, ടു ദ പോയിന്റ്, ഡോട്ട് ആക്യുറസി. പിന്നെ വേറെ സംഭവം എനിക്ക് പറയാനുള്ള 1 ഇഞ്ച് സെൻസേഴ്സ് ഉള്ള സ്മാർട്ട് ഫോൺസ് പൊതുവേ കുറവാണെന്നല്ല, ഭയങ്കര കുറവാണ്. ആ 1 ഇഞ്ച് സെൻസർ അവർ ഇപ്പോഴും നിലനിർത്തി. ആ ഒരു എന്താ പറയുക, ആ 1 ഇഞ്ച് സെൻസറിൻ്റെ കൂടെ വൈഡർ ആപ്പിച്ചർ ഉണ്ട്. അപ്പോൾ നാച്ചുറൽ ഷാലോ ഡെപ്ത് ഫീൽഡ് ഉണ്ട് എല്ലാ ഫോട്ടോസിലും. അത് എത്രയൊക്കെ AI ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് പ്രോസസ്സിങ്ങിനൊന്നും കിട്ടത്തില്ല. അത് ഇതിനകത്തും എനിക്കത് വിവോയുടെ X200 പ്രോയിനകത്തും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ദാറ്റ് ഇസ് റിയലി സൂപ്പർബ് ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ക്യാമറാസിനെ കുറിച്ച് ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ, ഡോണ്ട് ഗെറ്റ് മീ റോങ്, ഇത് അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളെന്നല്ല, അവരുടെ ഷവോമിയുടെ അപ്രോച്ച് ടുവേർഡ്സ് ഫോട്ടോ. ഞാൻ പറയുന്ന അവരുടെ കളേഴ്സിനെ കുറിച്ച്. ഇത് ലൈക്ക ആയിട്ടുള്ള കൊളാബറേഷനാണ്. അതുകൊണ്ട് ലൈക്കാസിനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് 2 ടൈപ്പ് ഓഫ് ഫോട്ടോസ് വരും. ഒന്ന് ഒതൻറ്റിക്കും, ഒന്ന് വൈബ്രൻറ്റും. സോ എങ്ങനെയുണ്ട് രണ്ടും? വൈബ്രൻ്റ് എന്ന് പറഞ്ഞാൽ അവർ പേര് പറയുന്നതിനാണെങ്കിൽ ലൈക്ക് ഇച്ചിരി, എനിക്ക് തോന്നുന്നു പൊതുവെ ഇച്ചിരി വോമറായിട്ട് ഭയങ്കര കളറൊക്കെ ബൂസ്റ്റ് ചെയ്ത് ഭയങ്കര സാച്ചുറേറ്റഡ് ആയിട്ടുള്ള പടമാണ്. ഇറ്റ് ഈസ് വെരി ഗുഡ് ടു ലുക്ക് അറ്റ്, കാണാൻ നല്ല രസമാണ്. പക്ഷേ ഒതൻറ്റിക്കിനകത്തോട്ട് വരുമ്പോഴും അത് ശരിക്കും ഭയങ്കര നാച്ചുറലി ബാലൻസ്ഡ് അല്ല. അത് ലൈക്കയുടെ ക്യാമറാസിനകത്തൊക്കെ വരുന്നൊരു പ്രോസസ്സിങ് പോലെ, ചില വിന്നറ്റൊക്കെ വെച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ ചെറിയ ഡയൽ ഡൗൺ ചെയ്ത കളേഴ്സും, അതേപോലെ തന്നെ സ്കിൻ ടോൺസ് ഒക്കെ ആക്യുറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത്, എന്നാൽ എവിടേക്കും ഒരു ഗ്രീനിഷ് ടോണുള്ള. ഐ റിയലി ലവ് ബോത്ത് ഓഫ് ദം. പക്ഷെ എനിക്ക് പറയാനുള്ള ഇതാ, നിങ്ങൾ ഇവരുടെ കളേഴ്സ് നോക്കുമ്പോൾ ഇച്ചിരി ഒരു ആർട്ടിസ്റ്റിക് വ്യൂ പോയിന്റ് നോക്കുക, ഒരു ഫിലിം ടോൺ വ്യൂ പോയിന്റ് നോക്കുക. ഇവരുടെ ഗോളും എല്ലാം എന്താ പറയുക, ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല, ഏറ്റവും കാണാൻ ഭംഗിയുള്ള ഫോട്ടോസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിനകത്ത് ഇവർ 10 ഔട്ട് ഓഫ് 10 ആയിട്ട് വിജയിച്ചിരിക്കുന്നു. പിന്നെ ഫോട്ടോസിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഫോട്ടോസിൻ്റെ പ്രൊമോട്ടിനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ലിറ്ററലി ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടാണ്. ഇത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയ ഒരു പ്രോമോഡ് ഞാൻ ഒരു ഫോണിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഓരോ ഡീറ്റെയിൽസ് ഫൈൻ ട്യൂൺ ചെയ്യാം, ഓരോ ടോണും നിങ്ങൾക്ക് റിഫൈൻ ചെയ്യാൻ അടിപൊളി ആണ്. എഡിറ്റിലിരിക്കുമ്പം ഫുട്ടേജൊക്കെ നോക്കുമ്പോൾ ഒരു കാര്യം കണ്ടെന്ന് വെച്ചാൽ, ലോ ലൈറ്റിൽ ഇതിൻ്റെ പെരിസ്കോപ്പ് 4.3x ആണ്. നമ്മൾ സൂമിൻ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സ്വിച്ചിങ് ഉണ്ടല്ലോ, ലെൻസ് സ്വിച്ചിങ് ഭയങ്കരമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് എനിക്ക് തോന്നുന്നു വിവോൻ്റെ ഒന്നും അത്രയും ഇല്ല. ഞാൻ ജസ്റ്റ് ഒരു നോട്ടായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതേപോലെ 50% പേരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഫോട്ടോസിനെ കുറിച്ച് എനിക്ക് ഇന്നുകൂടെ പറഞ്ഞാൽ, ഏത് ക്യാമറ എടുത്താലും ഞാൻ സ്പെക്കും അത് ടെക്നിക്കലായിട്ട് സംസാരിക്കാതെ ഒരു വ്യൂ പോയിന്റിന് പെർസ്പെക്റ്റീവ്, ഏത് ക്യാമറയിൽ നിങ്ങൾ ഫോട്ടോസ് എടുത്താലും അത്യാവശ്യം ഭയങ്കരമായിട്ട് തോന്നും. പിന്നെ എനിക്കൊരു കാര്യം നോട്ടീസ് ചെയ്ത്, എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഇതിൻ്റെ അതേ സിസ്റ്റമാണ് വിവോയുടെ X200 Pro. അതുകൊണ്ട് ഞാൻ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത്. വിവോയുടെ X200 Proയിനകത്ത് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു അവരുടെ പെരിസ്കോപ്പ് സൂം വരുന്ന 4.3x ആയിരുന്നു. അതിനകത്ത് എനിക്ക് 3.2 3 ആയിരുന്നു. പക്ഷേ ഇച്ചിരിയുടെ യൂസബിലിറ്റി കൂടുതലുള്ള അതിൻ്റെ പെരിസ്കോപ്പിക്ക. കാരണം ഇത് നിങ്ങൾ ഒരു എബോവ് 100-ൻ്റെ ഒക്കെ മേളിലൊക്കെ സൂം ചെയ്യുമ്പോൾ, അതും സൂം ചെയ്യാൻ പറ്റും, 120 വരെ പറ്റും, ഒരു 100 വേണ്ട, ഒരു 60-70 ഒക്കെ സൂം ചെയ്യാൻ വരുമ്പോഴും ഇതിൻ്റെ ഒപ്റ്റിക്കൽ സൂം ലെങ്ത് കൂടുതലായതുകൊണ്ട് എഗെയിൻ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ബെറ്റർ ഫോട്ടോസ് കിട്ടുമായിരിക്കും. ബട്ട് ഭയങ്കര പാടാട്ടോ സ്റ്റെബിലൈസ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും ഒക്കെ. ഇറ്റ്സ് ജസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ള 3.2 ടു വിവോ പോയ അപ്രോച്ച് ആയിരുന്നെങ്കിൽ ഇത്തിരിയുടെ 3x-നകത്ത് 4x-നകത്ത് നമുക്ക് യൂസബിലിറ്റി, നമ്മൾ റിയൽ ലൈഫിൽ പോർട്രേറ്റ് എടുക്കുന്ന ഒരു യൂസബിലിറ്റി ഇച്ചിരിയുടെ ബെറ്റർ ആയിട്ട് കിട്ടിയെന്ന് എനിക്ക് തോന്നി. ഇറ്റ്സ് ജസ്റ്റ് എ വ്യൂ പോയിന്റ്, അല്ലെ എൻ്റെ തോട്ട് പ്രോസസ്. എൻ്റെ ഒരു റിമാർക്ക് അതാണ്. രണ്ടാമത്തെ റിമാർക്ക് എന്ന് പറയുമ്പോൾ, നൈറ്റ് ഫോട്ടോസ്. എൻ്റെ പോയിന്റ്, നൈറ്റ് ഫോട്ടോസ് ആർ റിയലി ഗുഡ് എന്ന് പറഞ്ഞാൽ
എൻ്റെ iPhone 16 കാട്ടിയും അച്ഛൻ്റെ S25 അൾട്രനെ കാട്ടിയൊക്കെ സൂപ്പറായിട്ട് നൈറ്റ് ഫോട്ടോസ് എടുക്കും. എഗൈൻ അതും 1 ഇഞ്ച് സെൻസറും വൈഡർ ആപ്പച്ചറും ഉണ്ടായതുകൊണ്ടാണ് നൈറ്റ് ഫോട്ടോസൊക്കെ ഇവൻ ചുമ്മാ ബീസ്റ്റാണ്. പിന്നെ ലൈക്കേൻ്റെ അവരുടെ കൊളാബറേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരുപാട് ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുമ്മാ ചുമ്മാ സീൻ ക്യാമറ സിസ്റ്റമാണ്. വീഡിയോ സൈഡിനെ കുറിച്ച് പറയുമ്പോഴും അതേപോലെ തന്നെ എനിക്ക് പറയാനുണ്ട്. 8K വീഡിയോസ്, ലോഗ് പ്രൊഫൈൽസ് ഷൂട്ട് ചെയ്യാം. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു ടോപ്പ് ഓഫ് ടിയർ ക്യാമറ. ഓട്ടോ ഫോക്കസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അക്രോസ് ഓൾ ലെൻസസ് ഭയങ്കര ആക്യുറേറ്റ് ആണ്, ഒരു പ്രശ്നം വരത്തില്ല. എനിക്ക് ഇൻ ജനറൽ ക്യാമറാസിനെ കുറിച്ച് പറഞ്ഞു നിർത്തുവാണെങ്കിൽ ക്യാമറാസിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഒപ്റ്റിക്സ് ഉള്ള സ്മാർട്ട് ഫോൺ എനിക്ക് ഇതായിട്ടാണ് തോന്നിയത്. ഇവരുടെ പ്രോസസ്സിങ്ങിനകത്ത് മാത്രം എഗെയിൻ അത് എൻ്റെ പേഴ്സണൽ ടേസ്റ്റ് അല്ലേ, എനിക്ക് ഇച്ചിരി കൂടെ ന്യൂട്രൽ, ഇച്ചിരി കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഇവർ. പക്ഷേ ലേക്കയുടെ കൊളാബറേഷൻ എനിക്കൊന്നും മിക്കവർക്കും ഇതായിരിക്കും ഇഷ്ടപ്പെടുന്നത്, ഇച്ചിരി കൂടെ വൈബ്രൻറ്റ്, ആർട്ടിസ്റ്റിക്, അതേപോലെ ഒരു ഫിൽമിക് ലുക്കൊക്കെ കൊണ്ടുവരുന്ന ഫോട്ടോസ്. ക്യാമറാസ് ആർ എക്സ്ട്രാ ഓർഡിനറിലി ഗുഡ്. X200 Pro ആയിട്ട് കമ്പാരിസൺ വരുന്നുണ്ട്. അതാണോ ഇതാണോ ബെറ്റർ എന്ന് ചോദിച്ചാൽ കണ്ടറിയാം നമുക്ക്. അഗെയിൻ പരമേശ്വരി പി ബ്രോ, നിങ്ങളുടെ ക്യാമറ റിവ്യൂവിന് വെയിറ്റിംഗ് ആണ്. X200 Proവിനകത്ത് ആയിരിക്കും ഞാൻ ചിലപ്പോൾ ലീൻ ചെയ്യാൻ പോകുന്നത്. കാരണം അതിൻ്റെ ടോൺസും അതിൻ്റെ ഇച്ചിരി കൂടെ കളേഴ്സൊക്കെ ഇച്ചിരി കൂടെ ബാലൻസ്ഡ് ആണ്, ഇത്ര ആർട്ടിസ്റ്റിക് അല്ലാന്ന് തോന്നി. എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് മാത്രമാണ്. അഗെയിൻ ഫുൾ ഇൻഡെപ്ത് റിവ്യൂ വരുമ്പോൾ കാണാം. പക്ഷേ ഇതിൻ്റെ ക്യാമറാസ് ജസ്റ്റ് ടു ഗുഡ്. ഇതിൻ്റെ 1 ഇഞ്ച് സെൻസറിൻ്റെ IBIS-ന്റെ സൗണ്ട് ജസ്റ്റ് ഇത് കേൾപ്പിച്ചു തരാം. ഒരു പ്രൊഫഷണൽ ക്യാമറ കൊണ്ടു നടക്കുന്ന ഒരു ഫീലാണ്. സോ ഗൈസ്, അത്രയൊക്കെ ക്യാമറാസിനെ കുറിച്ച് പറയാനുള്ളൂ. റിയലി ഗ്രേറ്റ് സംഭവം. ഈ ഫോൺ എനിക്ക് തന്നത് ABC മൊബൈൽസ് പട്ടം ട്രിവാൻഡ്രം. നിങ്ങൾക്ക് ഈ ക്യാമറയും ഫോണും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നേരെ കടയിലോട്ട് വന്നോ, നമ്പർ താഴെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി യൂസ് ചെയ്തിട്ടൊക്കെ മാത്രം വീഡിയോ കണ്ടിട്ടൊക്കെ നിങ്ങൾക്ക് ഡിസിഷൻ എടുത്താൽ മതി. ലെറ്റ്സ് ഗോ ടു ദ അതർ ഡിപ്പാർട്ട്മെന്റ്, ദാറ്റ് ഇസ് ഡിസൈൻ. ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് ഗൈസ്, ഇത് ഒരു ലേക്കയുടെ ക്യാമറ പിടിക്കുന്നതിനാണെങ്കിലേ താഴെ ബ്ലാക്ക് മേളിൽ സിൽവറും ഒരു ക്യാമറ പിടിക്കുന്ന ഒരു ഫീലും ആ ഒരു ഡിസൈൻ തന്നെ ഉണ്ടാക്കുന്നത്. വെരി ക്ലാസി, മോഡേൺ, മിനിമൽ, പക്ഷെ അതേപോലെ ഭയങ്കര ഒതന്റിക് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഇവിടെ അൾട്ര എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങും കാണാൻ സൂപ്പർ. ഇവരുടെ ഇൻബോക്സിൽ തന്നെ ട്രാൻസ്പെറൻറ്റ് കേസ് ഒക്കെ എടുത്തിട്ട് ഒരു ലുക്കറാണ്, അതിന് ഒരു സംശയമില്ല. അതേപോലെ തന്നെ അലുമിനിയം ഫ്രെയിമും മെറ്റീരിയൽസും IP68 ഉണ്ട്. പിന്നെ ഷവോമിയുടെ ഷീൽഡ് ഗ്ലാസ് 2.0 ടെക്നോളജി, അതൊക്കെ പക്കയാണ്. ഒരു രക്ഷയില്ല. ഡിസൈൻ ഡിപ്പാർട്ട്മെന്റിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബെസൽസ് ഒക്കെ ഈവൻലി മാച്ച്ഡ് ആണ്, പക്ഷേ നോട്ട് ദ സ്ലിമ്മസ്റ്റ് ബെസൽസ്, കുഴപ്പമില്ല. ദിസ് ഇസ് റിയലി ഗുഡ്. ആ ഡിസൈൻ ഓവറോൾ എനിക്ക് പറയുകയാണെങ്കിൽ അവർ എസ്തെറ്റിക് ആയിട്ട്, അവരുടെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയിക്കോട്ടെ, വെൽ ബിൽഡ് ഗുഡ് ലുക്കിംഗ് ഫോൺ എന്ന് എനിക്ക് പറയാനുള്ളത്. സോ പനിയാണ് ഗൈസ്, വല്ലാത്തൊരവസ്ഥ. ഭയങ്കര തണുക്കുന്നു, പക്ഷേ AC ഓഫ് ചെയ്ത വിയർക്കും. നമുക്ക് ഡിസ്പ്ലേനെ കുറിച്ച് സംസാരിക്കാം. സി, ഡിസ്പ്ലേ ഈസ് സൂപ്പർബ്, ടോപ്പ് ഓഫ് ദ ലൈൻ. എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. 520 PPI പിക്സൽസ് പെർ ഇഞ്ച് ഡെൻസിറ്റി ഉള്ള, ഹൈലി ഭയങ്കര റെസല്യൂഷൻ ഉള്ള, അതേപോലെ തന്നെ 12-bit ഡിസ്പ്ലേ ആണ്. 12-bit ഡിസ്പ്ലേ, LTPO, IPWM ഡിമ്മിങ്ങും കാര്യങ്ങളും എല്ലാം എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രിയിൽ ടെക്നിക്കൽ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് ഏറ്റവും ഹൈപ്പർ അല്ലെ അൾട്രാ ഡിസ്പ്ലേ എന്നൊക്കെ പറയാൻ പറ്റും. TCL എൻ്റെ അറിവിൽ പാനൽ ഉണ്ടാക്കി കൊടുക്കുന്ന. കളേഴ്സ് ആർ സൂപ്പർ, ആക്യുറേറ്റ് ആണ്, ഒരു രക്ഷയില്ല. ഡിസ്പ്ലേ ഇസ് ജസ്റ്റ് ടു ഗുഡ്. ഞാൻ ഇതുവരെ ഉപയോഗിച്ചതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസ്പ്ലേകളിലൊന്ന്. അതും മറ്റേ ഐ കംഫർട്ടിങ് ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. ഞാൻ പറയാം IPW ഡിബിങ്ങും പിന്നെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഇൻ്റഗ്രേഷൻ ഓഫ് എന്താ പറയണേ, ഈ കംഫർട്ട് ഐസും ഈ യെല്ലോയിങ്ങും അങ്ങനത്തെ പരിപാടികളൊക്കെ ഒരു സ്റ്റെപ്പ് എബോവ് എടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ ഇസ് ജസ്റ്റ് ടു ഗുഡ്. എന്താ പറയണം, ടോപ്പ് ഓഫ് ദി ലൈൻ ടെക്നോളജി, അൾട്രാ ഡിസ്പ്ലേ. ഈ ഡിസ്പ്ലേനെ കുറിച്ച് ഒരുപാടൊന്നും പറയില്ല. പിന്നെ ഡിസ്പ്ലേ 3200 nits പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. എല്ലാ രീതിയിലുള്ള സർട്ടിഫിക്കേഷൻസും, ഡോൾബി അറ്റ്മോസും, HDR10+, വൈഡ് വൈനൈൽ ലൈസൻസും, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നും നോക്കണ്ട, ജസ്റ്റ് പോവാ ഡിസ്പ്ലേ ഉപയോഗിക്കുക. ഡിസ്പ്ലേ ഭയങ്കരമായിട്ട് തന്നെ ഹൈ ബ്രൈറ്റ്നസ് ഉപയോഗിക്കുമ്പോൾ ചൂടാവുന്ന പരിപാടിയോ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് ടു ഗുഡ്. ഡിസ്പ്ലേ ചെയ്തിട്ട് എനിക്ക് ആ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് അല്ലേ വെയിറ്റ് ചെയ്ത് എൻ്റെ സ്പീക്കേഴ്സ്, അതിനെക്കുറിച്ച് എനിക്ക് എടുത്ത് പറയണം. എനിക്ക് തോന്നുന്നു ആൻഡ്രോയിഡുകളിൽ ഞാൻ ഉപയോഗിച്ചതിനകത്ത് ഏറ്റവും ബെസ്റ്റ് സ്പീക്കേഴ്സ് ആ ഐഫോണിൻ്റെ ലെവലിൽ അവസാനം ഒരു വർത്തി കണ്ടന്റ് എത്തിയ ഒരു സ്പീക്കേഴ്സ് X200 Proനെ കാട്ടി, S25 അൾട്രനെ കാട്ടിയൊക്കെ റിച്ച് ബേസർ, അതേപോലെ സൗണ്ട് കൂട്ടാൻ പറ്റും, അതേപോലെ ഇവരുടെ സോഫ്റ്റ്വെയറിൽ ട്യൂൺ ചെയ്യാനും പറ്റും. പിന്നെ സ്പീക്കേഴ്സിനും സൂപ്പറാണ്. ഹാപ്റ്റിക്സ് എന്താ പറയുക, ടോപ്പ് ഓഫ് ദ ലൈൻ പ്രീമിയം പ്രോപ്പർ ഹാപ്റ്റിക്സ് തന്നെ നിങ്ങൾ കൊടുത്തേക്കുന്നത്. അവരുടെ ഇൻബിൽട്ട് ആയിട്ടുള്ള കേസ് ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഹാപ്റ്റിക്സിന് ആ ഒരു ടാക്ടൈൽ ഫീഡ്ബാക്ക്, വൈബ്രേഷൻ മോട്ടർ ഞെക്കുന്ന ഒരു പ്രീമിയം സാധനം കിട്ടുമെന്ന് ഒരു സംശയമില്ല. ഇറ്റ്സ് ടു ഗുഡ്. അടിപൊളി സാധനം, എന്നെ വിശ്വസിക്കുക. ഹാപ്റ്റിക്സ്, സ്പീക്കേഴ്സ് ആൻഡ് ഡിസ്പ്ലേ. സോ ഗൈസ്, ഇനിയും നമുക്ക് ബാറ്ററി ലൈഫ് പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കാം. ലെറ്റ് മീ ടെൽ യു. ആദ്യമേ എൻ്റെ ബാറ്ററി ലൈഫ് ഒന്ന് തുടങ്ങാം. കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട്. ചില വെബ്സൈറ്റിൽ നോക്കുമ്പോൾ 6000 mAh, ചിലത് നോക്കുമ്പോൾ 5410 mAh.
ഗ്ലോബൽ വേരിയൻറ്റ് 5410 mAh ആണ്. ചൈനീസ് വേരിയൻറ്റ് മാത്രമാണ് 6000 mAh. അത് മറ്റേ കാർബൺ സിലിക്കേറ്റ് ടെക്നോളജി ഒക്കെ ഉപയോഗിച്ച് ലേറ്റസ്റ്റ് ഇറ്ററേഷൻ ഓഫ് ബാറ്ററി ടെക്നോളജി. ബട്ട് എങ്ങനെയൊക്കെ പറഞ്ഞാലും ബാറ്ററി ലൈഫ് ഇസ് സൂപ്പർ ടു ഗുഡ്. എനിക്ക് അത്രേ പറയാനുള്ളൂ ഗൈസ്. ഒരു ദിവസം നിങ്ങൾക്ക് 7 മണിക്കൂറൊക്കെ അടുപ്പിച്ച് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്, 6 to 7 hours. അതിൽ കൂടുതൽ നിങ്ങൾ ഒരിക്കലും ഡിമാൻഡ് ചെയ്യലെന്ന് ആസ് എ ടെക് യൂട്യൂബർ എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് കാഷ്വൽ യൂസേജ് ആയിക്കോട്ടെ, ഗെയിമിംഗ് ആയിക്കോട്ടെ, എങ്ങനെയായാലും എനിക്ക് തോന്നുന്നു 1 day ഫോൺ എന്തൊരു എക്സ്ട്രീം രീതിയിൽ പുഷ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. ബാറ്ററി ലൈഫ് ഇസ് ജസ്റ്റ് ടു ഗുഡ്. അതേപോലെ തന്നെ 90W വയർഡ് ചാർജിങ്ങും ക്വിക്ക് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ Q3+ എന്ന് പറഞ്ഞ ടെക്നോളജിയും ചാർജിങ്ങും പിന്നെ എന്താ പറയുക, ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടൊരു വയർലെസ് ചാർജിങ് ടെക്കാണ് വരുന്നത്. എനിക്ക് 100% ഉറപ്പില്ല, പക്ഷേ 80W വരെ വയർലെസ്ലി ചാർജ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ ഹീറ്റിങ്ങിനെയും ബാറ്ററി ലൈഫിനെ എഫക്ട് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഇൻ ജനറൽ ബാറ്ററി ഡിപ്പാർട്ട്മെന്റിൽ ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടൊരു കാർബൺ സിലിക്കേറ്റ് ബാറ്ററി വരുന്നുണ്ട്. നല്ലോണം ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ബാറ്ററി ലൈഫ് നമുക്ക് ഡേ ടു ഡേ യൂസേജിന് കിട്ടുന്നുണ്ട്. ആവറേജ് ആയിട്ട് എല്ലാം യൂസ് ചെയ്യുമ്പോൾ പിന്നെ ബാറ്ററി ഡ്രെയിൻ എനിക്ക് തോന്നിയെന്ന് പറയുമ്പോൾ ഗെയിമൊക്കെ കളിക്കുമ്പം ഇല്ല, അങ്ങനെ ബാറ്ററി ഡ്രെയിൻ തോന്നിയില്ല. എക്സ്റ്റെൻസീവ് ആയിട്ട് നമ്മൾ ക്യാമറ പുഷ് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് ബാറ്ററി ഡ്രെയിൻ തോന്നിയുള്ളൂ. അതും ഒരു മിനിമൽ എമൗണ്ട് ഒക്കെ നമ്മൾ ഒരു മര്യാദയൊക്കെ വേണ്ടേ ഫോൺ ടെസ്റ്റ് ചെയ്യുമ്പോൾ. അങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ ഫോണും ഡ്രെയിൻ ആവുന്നതിനാണൊക്കെ ഉള്ളത്. അല്ലാതെ വേറെ ഷവമിയുടെ പൊതുവെ 2-3 ഫോൺ ബാറ്ററി ഡ്രെയിൻ ഉള്ളതെന്ന് പറഞ്ഞതിനകത്തൊന്നും അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. പെർഫോമൻസിനെ കുറിച്ച് പോകുമ്പം UFS 4.1 ആണ് സ്റ്റോറേജ്, ലേറ്റസ്റ്റ് ഇറ്ററേഷൻ, ടു ഗുഡ്. 12GB അല്ലെ 16GB റാം, അഗൈൻ ടു ഗുഡ്. അതും ലേറ്റസ്റ്റ് സ്റ്റോറേജ് സംഭവങ്ങളൊക്കെ തന്നെ. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൺ 8 എലീറ്റ് ഒക്കെ ഉണ്ടായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട കാര്യമില്ല. ഗ്രേറ്റ് പെർഫോമർ, എന്താ പറയണ, എല്ലാ ചിപ്സെറ്റിനെ അടിച്ച് തൂത്ത് കളയുന്ന സാധനമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഗെയിം കളിക്കാനാണെങ്കിലും ഫോട്ടോ എടുക്കാനാണെങ്കിലും കാഷ്വൽ യൂസേജിനാണെങ്കിലും ഒരു പക്ക ഓൾറൗണ്ടർ ചിപ്സെറ്റ് തന്നെ, ജസ്റ്റ് ടു ഗുഡ്. അതും എനിക്ക് തോന്നുന്നു ഷവമി നല്ലോണം ഈ ഫോണിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഹീറ്റിങ്ങിനെ കുറിച്ച് വരുമ്പോൾ ഹീറ്റിംഗ് അത് ഞാൻ പറഞ്ഞുതരാം. ബട്ട് ഇൻ ജനറൽ അഡ്രീനോടെ 880 GPU കൂടെ ഒക്കെ വെച്ച് നോക്കുമ്പം നിങ്ങൾക്ക് ഗെയിമിംഗ് ആകട്ടെ കാഷ്വൽ യൂസേജ് ആയിക്കോട്ടെ ഏത് രീതിയിൽ പുഷ് ചെയ്താലും നിങ്ങൾക്ക് എലീറ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവൽ സ്മാർട്ട് ഫോണിൽ കിട്ടുന്ന അതേ പെർഫോമൻസ് കൂടെ കിട്ടും. ഞാൻ ഗ്യാരണ്ടി ചെയ്യാം. അല്ലാതെ എനിക്ക് ഒന്നും പറയില്ല. ജസ്റ്റ് ഗൈസ് 8 എലീറ്റ് 830 ഒക്കെയാണ്. ഒരു രീതിയിലും പെർഫോമൻസിന് നിങ്ങൾ പേടിക്കേണ്ട. പക്ഷേ കൺസേൺ വരാം എന്ന് പറയുന്ന ചാൻസ് ഹീറ്റിങ്ങിന്. 830 ചില ഫോണിൽ നല്ലോണം ഹീറ്റ് ചെയ്യും, ചില ഫോണിൽ ഒട്ടും ഹീറ്റ് ചെയ്യുന്നില്ല. ഈ ഫോണിൽ എനിക്ക് ഒട്ടും ഹീറ്റ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റും. ഞാൻ പൊതുവെ റിവ്യൂസ് പറയുമ്പം തെർമൽസിനകത്ത് ചിലപ്പോൾ വോം ആവുന്നതെന്നൊക്കെ പറയും. പക്ഷേ എനിക്കറിയത്തില്ല, ഇത് ടൈറ്റേനിയം ഒന്നും അല്ല, അലുമിനിയം ഫ്രെയിം ആയതുകൊണ്ടായിരിക്കണം വോം ഒക്കെ ആവുന്നതും ഭയങ്കര റയറായിട്ട്. ഗെയിം ഒന്നും കളിക്കുമ്പോൾ എസ്പെഷ്യലി അതിൻ്റെ ഇൻബിൽട്ട് ആയിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് കേസ് ഇട്ട് കളിക്കുകയാണെങ്കിൽ എനിക്ക് ഒട്ടുമേ ചൂടാവുന്ന ഫീൽ ചെയ്തില്ല. ഇച്ചിരി ചൂടാവുന്നുണ്ടെങ്കിൽ ക്യാമറ എക്സ്റ്റെൻസീവ്ലി 4K വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പുഷ് ചെയ്യുമ്പോഴാണ് അത് ഒരു മര്യാദയൊക്കെ വേണ്ട പറയുമ്പോൾ ഉറപ്പായിട്ടും ഏത് ഫോണായാലും ചൂടാവും. തെർമൽസ് ഡിപ്പാർട്ട്മെന്റിലും പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലും എന്താ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിലും ബാറ്ററി ലൈഫിലും ഒക്കെ A+ ടിയർ ആണ്, അല്ലെ S ടിയർ എന്ന് പറഞ്ഞാൽ കൊടുക്കും. ടോപ്പ് ദി ബെസ്റ്റ് എന്ന് പറയും. പക്ഷേ ദി ബെസ്റ്റ് അല്ലാത്തത് ഇറ്റ് ഈസ് റിഗാർഡിങ് സോഫ്റ്റ്വെയർ ഗൈസ്. എല്ലാം എന്താ പറയുക, ഫിറ്റ്നസ് എന്ന് പറഞ്ഞൊരു ലെവലിലേക്ക് എല്ലാം ഭയങ്കര കിട്ടില്ല. എല്ലാം S ടിയർ. ഇതുവരെ ഞാൻ ഉപയോഗിച്ചതിനകത്ത് എനിക്ക് ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടിയിട്ട് ഷവമിയുടെ ഹൈപ്രോഎസ് കുഴപ്പമില്ല, കൊള്ളത്തില്ലെന്നല്ല, പക്ഷെ അതും കൂടി ഇപ്പം വരുന്ന നല്ലോണം വർക്ക് ചെയ്ത് അവരുടെ എസ്തെറ്റിക്സിലും ആ ഒരു എന്താ ക്ലട്ടേർഡ് സോഫ്റ്റ്വെയർ മാറ്റി ഇച്ചിരി മിനിമൽ അപ്രോച്ചും മോഡേൺ അപ്രോച്ചും ഒക്കെ കൊടുത്തായിരുന്നെങ്കിൽ എൻ്റെ മോനെ ഇത് മാർക്കറ്റ് തൂത്തേനെന്ന് എനിക്ക് ഉറപ്പാണ്. എങ്ങനെയായാലും പറഞ്ഞാൽ ഹൈപ്രോസ് എനിക്ക് പൊതുവെ എല്ലാവരും ഭയങ്കരമായിട്ട് താത്തുന്നതിന് നടക്കൊന്നും പറയില്ല. എൻ്റെ പൊന്നോ, എൻ്റെ iPhone 16 കാട്ടിയും വേ ബെറ്റർ ബാലൻസ്ഡും അതേപോലെ തന്നെ ബഗ് ഇല്ലാത്തൊരു സോഫ്റ്റ്വെയർ ആണ്, അതെനിക്ക് പറയാൻ പറ്റും. പിന്നെ എനിക്ക് 1-2 വട്ടം ആഡ് വന്നു, അത് നമുക്ക് ഓഫ് ചെയ്തിടാം, ചിലവർക്ക് വരുന്നില്ല. ജസ്റ്റ് എൻ്റെ സംഭവം പറയുന്നേ ഉള്ളൂ. അതേപോലെ ഓഫ് ചെയ്തിട്ട് നമുക്ക് വരുന്ന എല്ലാ ഇൻബിൽറ്റ് ആപ്സും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനും പറ്റും. ബ്ലോട്ട്വേഴ്സിൻ്റെ പ്രശ്നങ്ങളൊന്നും ഞാൻ സീരിയസ് ആയിട്ടൊന്നും പറയുന്നത് 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമാണ്. പക്ഷേ എനിക്ക് എവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ചൈനീസ് സോഫ്റ്റ്വെയറിൻ്റെ എസ്തെറ്റിക്സ് അത്ര ഇഷ്ടമല്ല. മേ ബി നിങ്ങൾക്കത് ഇഷ്ടമായിരിക്കാം. ഡിപ്പെൻസ് അപ്പോൺ നമ്മുടെ യൂസ് കേസ്. എനിക്ക് ഇച്ചിരി കൂടെ ക്ലീൻ മിനിമൽ സോഫ്റ്റ്വെയർ ആണ് മൈ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ. അഗെയിൻ ഷവമിയുടെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഒപ്റ്റിമൈസ്ഡ് ആണ്. അത്യാവശ്യം ഹെവി ആയിട്ടൊരു സ്കിന്നാണ് അവർ ഉപയോഗിക്കുന്നത്. എന്നാലും പെർഫോമൻസിനോ ഡേ ടു ഡേ ടാസ്കിലോ അനിമേഷൻസിനകത്തോ ഒന്നും അവരൊരു സാക്രിഫൈസും ചെയ്യുന്നില്ല. പക്ക സ്മൂത്ത് ഒഴുകിപ്പോകുന്ന എക്സ്പീരിയൻസ് ആണ്. ഐ റിയലി ലവ് ഇറ്റ്. പിന്നെ വേണമെങ്കിൽ ഒരു ബാഡ് സൈഡ് എന്നൊക്കെ പറയാൻ പറ്റുന്നത് 4 വർഷം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉള്ളൂ. അതും ഷവമി അവരുടേതായ സമയത്താണ് കൊടുക്കുന്നത്. ഫസ്റ്റ് ഓഫ് ദ മാർക്കറ്റോ അങ്ങനെയൊന്നുമില്ല. ചിലവർ പറയും 7 വർഷമൊക്കെ കൊടുക്കുന്ന കമ്പനിയോട്. പക്ഷേ 7 വർഷം ആര് ഫോൺ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ മെജോറിറ്റി ഓഫ് ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. എഗൈൻ നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. 4 വർഷമേ ഉള്ളൂ. അതും ഷവമി അവർക്ക് തോന്നുമ്പോഴേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുക്കാറുള്ളൂ.
ഇത്ര എനിക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാനുള്ളത്. സോഫ്റ്റ്വെയർ ഭയങ്കര ഫീച്ചർ റിച്ച് ആണ്, നല്ല എന്താ പറയുക പാക്ഡ് ഹെവി സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ എന്നാലും എസ്തെറ്റിക്കലി ആൻഡ് അനിമേഷൻസും അങ്ങനത്തെ കാര്യങ്ങളും ഒന്നും കുഴപ്പമില്ല. പിന്നെ ഈ വട്ടം അവർ AI നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുള്ള AI ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അഗൈൻ എൻ്റെ ടെസ്റ്റിങ് ആപ്പിൾ ഇൻ്റലിജൻസിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള AI ആണ് ഇപ്പോൾ ചൈനീസ് ഓഫറിങ്സ് ഒക്കെ കൊടുക്കുന്നത്. എന്താ പറയുക. സോ ദാറ്റ് ഇസ് ഇറ്റ്. എനിക്ക് ഇതിനെക്കുറിച്ച് വേർഡിക്റ്റ് പറയാൻ ഇങ്ങനെയുള്ള ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുമോ ഇല്ലയോ എന്ന് വെച്ചാൽ ആബ്സല്യൂട്ട്ലി യെസ്. STR ക്യാമറ, STR തെർമൽസ്, STR പെർഫോമൻസ്, ടോപ്പ് ടിയർ ഡിസ്പ്ലേ, ടോപ്പ് ടിയർ ഡിസൈൻ, ബാറ്ററി ലൈഫ് അടിപൊളി, കുഴപ്പമില്ലാത്തൊരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് വർക്കൗട്ട് ആവും. നിങ്ങൾക്ക് ഷവമിയുടെ സോഫ്റ്റ്വെയർ വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിൽ ബ്ലൈൻഡ്ലി നിങ്ങൾ പോയി മേടിക്കാനാണ് ഞാൻ പറഞ്ഞു. നിങ്ങൾ അൾട്രാ പ്രീമിയം ഫ്ലാഗ്ഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഫോൺ. ഞാനിത് എന്താ പറയുക സ്വിച്ച് ചെയ്താലോ എന്നൊക്കെ ആലോചിച്ചു. ബട്ട് ആ ഷവമിയുടെ സോഫ്റ്റ്വെയർ എൻ്റെ പേഴ്സണൽ ഈസ്തെറ്റിക്കിനും എൻ്റെ എല്ലാത്തിനും പൈസ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ മേടിക്കാത്തത്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. പിന്നെ ഇപ്പോഴത്തെ ഷവമിയുടെ പ്രൈസിങ്ങും അടിപൊളിയാട്ടോ. എനിക്ക് അതിനെക്കുറിച്ച് ഇച്ചിരി കൂടെ എടുത്ത് പറയണം. പ്രൈസിങ് എങ്ങനെ അടിപൊളി എന്ന് വെച്ചാൽ അവർ കാർഡ് ഓഫേഴ്സ് ഒക്കെ കഴിച്ച് നിങ്ങൾക്ക് ഒരു ട്രൂ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് അണ്ടർ 96,000 കിട്ടുവാണെങ്കിൽ എനിക്ക് അത്ര പറയുള്ളൂ. സൂപ്പർ ബണ്ടിലാണ്, സൂപ്പർ കിറ്റാണ്. അതും കൂടെ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. പിന്നെ that is it guys. Sri here. Subscribe ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ്. ലവ് യു.